വിശുദ്ധ റമദാൻ വിശ്വാസിക്ക് പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക്, ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. നിങ്ങളാരും മരണം കൊതിക്കരുത്. നിങ്ങൾ നന്മയ്ക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ കൂടുതൽ നന്മകൾക്ക് അവസരം ലഭിക്കുന്നു. വഇമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതിബ്. നിങ്ങൾ പാപികളാണെങ്കിൽ പശ്ചാത്താപത്തിനും ആയുസ് ദൈർഘ്യം അവസരമൊരുക്കുന്നു. ജീവിതം ഒരു മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതൊരു യാത്രയാണ്. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു കാലം അവൻ ഈ ഭൗതിക ലോകത്ത് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. സുഖവും ദുഃഖവും സന്തോഷങ്ങളും സങ്കടങ്ങളും, അങ്ങനെ തിരിവും വളവും കയറ്റവും ഇറക്കവുമെല്ലാമുള്ള ഒരു യാത്ര. നിശ്ചയിക്കപ്പെട്ട നിമിഷം ഈ യാത്ര താൽക്കാലികമായി അവസാനിക്കും. ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമൊക്കെ അപ്പോഴും ബാക്കിയുണ്ടാവും, പൂവണിയാത്ത സ്വപ്നങ്ങളും. ജീവിതയാത്രയിൽ ഒന്നിന്റെ പേരിലും നാം മരണം ആഗ്രഹിച്ചുകൂടാ. ജീവിതയാത്ര കഠിനമാണ്, പക്ഷേ എന്നും അങ്ങനെ ആകണമെന്നുമില്ല. നാളെ അത് എളുപ്പമായേക്കാം. ജീവിതപാതയിൽ നമ്മെ തേടിയെത്തുന്ന വേദനകൾ ജീവിതം അവസാനിച്ചെങ്കിൽ എന്ന് ചിന്തിപ്പിച്ചുകൂടാ. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് വന്നെത്തിയ പ്രയാസങ്ങളുടെ പേരിൽ നിങ്ങൾ മരണം ആഗ്രഹിക്കരുതെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. സങ്കടങ്ങൾ കടിച്ചമർത്തിയ കാലം മറക്കാൻ ശ്രമിക്കണം. പ്രതീക്ഷയോടെ മുന്നോട്ട് കുതിക്കണം. നിരാശ നമ്മുടെ സന്തോഷങ്ങളെ തകർത്തെറിയും. സമാധാനപൂർണമായ ജീവിത സാധ്യതകളെ അതില്ലാതെയാക്കും. മരണത്തോടെ ഒരാളുടെ കർമ്മസാധ്യതകൾ തീർന്നു പോകുമെന്നും അതുകൊണ്ട് നിങ്ങൾ മരിക്കാൻ കൊതിക്കരുതെന്നും ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ് തന്നെ വലിയ നന്മയാണെന്നും അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. സർവശക്തനായ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൂടാ. വിശ്വാസി എന്നും പ്രയാസങ്ങളിൽ സഹിക്കുന്നവനും സന്തോഷവേളകളിൽ നന്ദിയോടെ ഇലാഹി സ്മരണയിൽ കഴിയുന്നവനുമാണ്. അത് ഒരു അത്ഭുത അവസ്ഥയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. പ്രയാസങ്ങൾ അതേതുമാവട്ടെ, സഹിക്കലിലൂടെ പ്രധാനപ്പെട്ട 2 നേട്ടങ്ങൾ ലഭിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നതാണ് ഒരു കാര്യം. മനുഷ്യന് വന്നെത്തുന്ന ആശങ്കകളും സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗവും കാലിൽ മുള്ളു തറച്ചാലുണ്ടാകുന്ന വേദന പോലും അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതിഫലമായി ഒരു കണക്കുമില്ലാതെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നതാണ് 2ാമത്തെ കാര്യം. സഹിക്കുന്നവർക്ക് നിശ്ചയം അള്ളാഹു ഒരു കണക്കുമില്ലാതെ പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. ഒരാൾ പാപിയാണെങ്കിൽ പശ്ചാത്തപിക്കാൻ അവസരം ലഭിച്ചേക്കും എന്നത് ജീവിത ദൈർഘ്യത്തിന്റെ മറ്റൊരു ഭാഗ്യമാണ്. ജീവിതയാത്രയിൽ പാളിച്ചകളും വീഴ്ചകളും സംഭവിച്ചേക്കാം. സ്വന്തത്തോടും മറ്റുള്ളവരോടും പരിഹരിക്കപ്പെടുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ കാര്യമാണ്. ഒരാൾക്ക് പരിഹരിക്കാനും ചെയ്തു തീർക്കാനും എത്രയോ കാര്യങ്ങളാണുള്ളത്. ഒരു നിമിഷം കൂടി അതിന് അവസരം ലഭിച്ചാലോ അതെത്ര വലിയ സൗഭാഗ്യമാണ്. പശ്ചാത്തപിക്കാനും നന്മയിലേക്ക് തിരികെ സഞ്ചരിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കാനും കടപ്പാടുകൾ പൂർത്തീകരിക്കാനും ഒരുപക്ഷെ അധിക ജീവിത നിമിഷങ്ങൾ നമ്മെ സഹായിച്ചേക്കാം.